ഞങ്ങൾ അങ്ങനെ 2 മാസം കൂടി നടക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ. കുറച്ച് നേരം നടക്കാൻ പറ്റുള്ളൂ, നല്ല തണുപ്പാണ്. കൈയൊക്കെ ഇതേ തണുത്ത് 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 2 മാസമായി ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയിട്ട്. അല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് പോകും, കാറ കയറും, അങ്ങനെയല്ലാതെ ഞങ്ങളല്ലാതെ ഒന്നിനും പോകുന്നില്ല കേട്ടോ. ഇന്ന് 2 മാസം കൂടി ഞങ്ങൾ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാ. നല്ല തണുപ്പാ. ഓ, എൻ്റെ കൈ ഗ്ലൗസൊന്നും എടുത്തില്ല, ചെവിയൊക്കെ മൂടിക്കെട്ടി ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ. ഇതാണ് ഇവിടെ കേട്ടോ, ഇങ്ങനെ കിടക്കുക. 2-3 മാസമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇപ്പം വഴി മാത്രം വന്നവരൊന്ന് ഇതാക്കിയിട്ട് മഞ്ഞ് മാറ്റി കേട്ടോ. നല്ല രസമൊക്കെയാണ് കാണാൻ, പക്ഷേ തണുപ്പ്. ആ, മാൻ കയറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. മാൻ വരുന്നതിൻ്റെ കാൽപ്പാടൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കിയേ. സന്തോഷം കാരണം മഞ്ഞ് വാരി എറിയുന്നു. എന്തൊരു ബഹളമാണെന്നറിയുമോ ചേട്ടൻ. കൊച്ചു പിള്ളേർ കാണിക്കുന്ന പോലെ ചേട്ടൻ അതിൻ്റെ അകത്തൂടെ കിടന്ന് ഓടിക്കളിക്കുമായിരുന്നു. സാധാരണ ഞാനാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത്, പക്ഷേ എനിക്കിന്ന് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട്. ഇതുണ്ട് അവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. മഞ്ഞ് മൂടിയെല്ലാം കിടക്കുന്നത് നോക്കിയേ. അവിടെ കുറേ JCB ഏതാണ്ടൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ട് ചേട്ടൻ വലിയൊരു മഞ്ഞിൻ്റെ കട്ടയെടുത്ത് ഐസിൽ സ്നോയ്ക്കകത്തേക്ക് ഇട്ടതാണ്. അത് താണുപോയി. ചേട്ടൻ കുസൃതിയാണ് അവിടെ കിടന്നുണ്ട് ഭയങ്കരം. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു തടാകമുണ്ട് കേട്ടോ. അത് മുഴുവൻ ഫ്രോസണായിട്ട് കിടക്കുവാണേ. ഇതിലെ ഞങ്ങൾ നടന്നു പോകുന്നതാണ്. ഇവിടെ മുഴുവൻ വാർത്തിട്ടേക്കുന്ന സ്ഥലം ഉണ്ടോ. ഇതിലെയാണ് വെള്ളം മുഴുവൻ ഒഴുകി പോകുന്ന. ഈ മാൻഹോളിൻ്റെ അകത്തൂടെയാണ് വെള്ളം, ഐസ് ഉരുകി വെള്ളം മുഴുവൻ പോകുന്നത്. പക്ഷേ ഞാൻ ചേട്ടനോട് പോകണ്ട ഇങ്ങ് പോരെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ചിറക്കി. ചേട്ടൻ താഴെ ഇറങ്ങിപ്പോയി. ഇതുണ്ടോ, എന്നിട്ട് ഇതിൽ മാൻ നടന്നു വരുന്ന വഴിയാണ് കേട്ടോ. ഇതുണ്ട് മാനിൻ്റെ കാൽപ്പാട് കാണത്തില്ലേ. ഇതിലെ മാൻ നടന്നു പോകും, വേറെ ആരും ഇതിലെ വരാറില്ല. അപ്പോഴാണ് ഇതുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ വണ്ടി കണ്ടോ, മെയിലും കൊണ്ട് വരുന്ന വണ്ടിയാണ് ഇവിടുത്തെ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന മെയിൽ കൊണ്ടുവരുന്ന വണ്ടി. അത് കഴിഞ്ഞിട്ട് ഇതുണ്ട് ഒരു മാൻഹോള് കണ്ടോ. ഇതൊക്കെ വെള്ളം പോകാനുള്ള ഇതാണ്. എല്ലാം മഞ്ഞുരുകി ഇനിയും വെള്ളമായിട്ടെല്ലാം പോകണ്ടേ, അതിനുള്ള വഴിയാണ് ഇതെല്ലാം. ഇതുണ്ട് ചേട്ടൻ കാല് ചവിട്ടി നോക്കി അതിൻ്റെ അകത്ത്, കാല് കൊണ്ട് ഇറങ്ങിപ്പോയി മഞ്ഞിൻ്റെ അകത്തേക്ക്. ഞാൻ എൻ്റെ കൈ ചുമന്നിട്ടില്ല, ഞാൻ ഇതിൻ്റെ അടുത്ത് വരുന്നു അല്ല. പുറത്തിറങ്ങിയപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. അത് എനിക്ക് മാറ്റണം. പുറത്തിറങ്ങിയപ്പോഴേ കാറ്റടിയൊക്കെ കൊണ്ടപ്പോഴത്തേന് എന്ത് രസമാണെന്ന് അറിയാമോ, എന്ത് സുഖം അറിയാമോ ഇതിൽ നടക്കാനായിട്ട്. പക്ഷേ എന്നൊന്നും നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഭയങ്കര രസമാണ്. വെയിൽ തെളിഞ്ഞു, തെളിഞ്ഞ ആകാശം അല്ലേ. ഇങ്ങനെയുള്ളതാണ് നമ്മൾ തെറ്റി വീഴുന്നല്ലോ. വെയിൽ തന്നില്ല. റോഡാണ് ഇവിടെ, ചുറ്റോടി റോഡാണ് വണ്ടി പോണേ. ഞങ്ങൾ നടന്നു പോണേ ഒത്തിരി നാളോട് കൂടി ഇങ്ങനെ ഒരു തെളിഞ്ഞ ആകാശം. നല്ല വെയിൽ. സൂര്യൻ കണ്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടോ, ഓരോരുത്തർ പട്ടിയും കൊണ്ട് നടക്കാൻ പോരുന്നുണ്ടോ. ഒത്തിരി നാളായി പട്ടിയും കൊണ്ടൊക്കെ അവരൊക്കെ ഇറങ്ങിയിട്ട് എത്ര നാളായി വീട്ടിൽ കയറിയിരിക്കുന്നത് കണ്ടോ. പട്ടിയും കൊണ്ട് കിട്ടിയ സമയത്ത് ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വെയിൽ, ഇനിയും തണുപ്പാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല. സ്നോ വീണ് കിടക്കും എല്ലാം. സ്വിമ്മിംഗ് പൂളുണ്ടെന്നേ അറിയത്തില്ല. ഇതിൻ്റെ അപ്പുറമാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിലെ വീടെത്താറായി. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് നമുക്ക് മെയിൽ വല്ലതും കിടപ്പുണ്ടോ എന്ന് നോക്കാമെന്ന്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മെയിലൊക്കെ കൊണ്ടിടുന്ന, ലെറ്ററൊക്കെ കൊണ്ടിടുന്ന കാണിക്കുക എവിടെയാണെന്ന്. ഇത് കണ്ടോ, ഇതാട്ടോ നമുക്ക് പോസ്റ്റ് ലെറ്ററൊക്കെ കൊണ്ടിടുന്ന ഇതിൻ്റെ അകത്താണ്. ചേട്ടൻ തുറന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഒന്നുമില്ല, ഇന്നലെ അജി വന്നിട്ടില്ല എടുത്തു. ഇതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. നടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. സ്നോ വീണിങ്ങനെ കിടക്കുവാണ്. ഇനി എന്നാ ഇത് ഉരുകുന്നതെന്നൊന്നും അറിയത്തില്ല. ഒത്തിരി നാളും കൂടി ഒന്ന് കുറച്ച് ഉരുകിയപ്പം ഇതൊക്കെ സ്നോ ഞങ്ങൾ മാറ്റിയതാണ് കേട്ടോ. മാറ്റിക്കഴിഞ്ഞ് വൃത്തിയായിട്ട് കിടക്കുന്ന. അപ്പം ഞങ്ങൾ കയറുക, ഞങ്ങൾ ഇതിലെയാണ് കയറുന്നത്. ഗരാഷ് തുറന്നാണ് കയറുന്നത്. അപ്പം ചേട്ടൻ ഗരാഷ് തുറക്കാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബായ്ക്കൊക്കെ നോക്കി എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഫുൾ സ്നോ വീണ് കിടക്കുക. അങ്ങനെ ഞങ്ങൾ നടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഗരാഷ് തുറക്കുവാണ്. അത് തന്നെ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ആ സ്വിച്ച് അമർത്തുമ്പോൾ തന്നെ അത് തുറന്നോളും. ഇനി എന്നാ പുറത്തിറങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല. നാളെ തൊട്ട് മൈനസാണ്. ഇന്ന് എങ്ങനെയോ ഒന്ന് വെയിൽ തെളിഞ്ഞു. രാവിലെ മോൻ പോകാൻ നേരം പറഞ്ഞായിരുന്നു ഞങ്ങളോട് ഇന്ന് നടക്കാൻ പൊക്കോണമെന്ന്. ഇന്ന് വെയിൽ തെളിയുമെന്ന് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. ചേട്ടൻ പിന്നെ ഷൂവും എല്ലാം ഊരിയിടുകയാണ്. അപ്പം ഞങ്ങളും കയറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.